നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മാർവൽ മൾട്ടിവേഴ്സ് ആകെയില്ല, അതായത് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ വരെ ഉള്ള പടങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ മുന്നേ ഇറങ്ങിയ എല്ലാ പടത്തിൻ്റെ ഒരു റീക്യാപ്പാണ് നമ്മൾ ഓട്ടിച്ചൊന്ന് പറഞ്ഞു പോയാണ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇത് മുന്നേ ഈ മൂവീസ് കണ്ടിട്ടുള്ള കമൻറ്റ്സ് തോർത്ത് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, നമുക്ക് ഇപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ തുടക്കം നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലാണ്. നമ്മൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ എന്താ കണ്ടത്, നമ്മുടെ ടോണി സ്റ്റാർക്ക് 6 ഇൻഫിനിറ്റി സ്റ്റോൺസ് എടുത്ത് സ്നാപ്പ് ചെയ്തു. അത് മാത്രമല്ല, നമ്മൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ത് കണ്ടു, നമ്മുടെ അവഞ്ചേഴ്സ് എല്ലാം പാസീവ് പോകുന്നു. പാസീവ് പോയ ശേഷം ഈ അവഞ്ചേഴ്സ് തന്നെ കാരണം തന്നെ നമ്മുടെ ലോക്കിയുടെ കയ്യിൽ ടെസ്റായിട്ട് കിട്ടുന്നു. ടോക്കി അതും കൊണ്ട് രക്ഷപ്പെടുന്നു. ആ ലോക്കി TV അറസ്റ്റ് ചെയ്തു. അങ്ങനെ TV അറസ്റ്റ് ചെയ്ത് ലോക്കിയെ TVയിൽ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് തൻ്റെ വേറൊരു വേരിൻ്റെ സിൽവിയെ കാണുകയും മാത്രമല്ല നമ്മുടെ ലോക്കി മോർബീസ് ആയിട്ട് ടീമപ്പ് ചെയ്യുകയും അവിടെ വെച്ച് തന്നെ മിസ്റ്റീരിയസ് ആയിട്ട് TVയിലുള്ള പല ക്യാരക്ടേഴ്സിനെ കാണുകയും അവിടെ ഹീഹു റിമൈൻസിനെ കണ്ടുപിടിക്കുകയും ഇവരുടെ തമ്മിൽ സംസാരത്തിനിടയിൽ നമ്മുടെ സിൽവി ഹീഹു റിമൈൻസിനെ കൊല്ലുകയും ചെയ്യും. അതുകൂടി മൾട്ടിവേഴ്സിൽ പല പല ബ്രാഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും. ഇതേ സമയം എൻ ഗെയിമിന് ശേഷം പിന്നെ വാണ്ട തനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടൊരു രീതിയിലൊരു വലിയൊരു എക്സ് എന്ന് പറയുന്ന പോക്കറ്റ് യൂണിവേഴ്സ് ഉണ്ടാക്കുകയും അവിടെ തനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതം അവിടെ ജീവിച്ച് തീർക്കുകയും ചെയ്യും വിഷനായിട്ട്. അവിടെ വെച്ചാണ് നമ്മുടെ ഫസ്റ്റ് MCയിൽ അഗാധ ഹാക്നെസിനെ ഫസ്റ്റ് നമ്മൾ ഈ TV സീരീസിൽ കാണുന്നതും നമ്മുടെ ഫസ്റ്റ് ഈ MCയിൽ ആദ്യമായിട്ട് നമ്മുടെ വാണ്ട നമ്മളെ കെയോസ് മാജിക് യൂസ് ചെയ്ത് താൻ സ്കാർലറ്റ് വിച്ച് ആയിട്ട് മാറുന്നത് മാത്രമല്ല, താൻ ഡാർക്ക് ഹോൾഡ് എന്ന ബുക്ക് മൊത്തം പഠിച്ച് താൻ ഓവർ പവർഡായിട്ട് നമുക്ക് MCയിൽ കാണുന്നത് ഈ ഒരു സീരീസിൽ തന്നെയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ക്യാപ്റ്റൻ അമേരിക്ക തൻ്റെ മാൻഡിൽ മാറുകയും മാത്രമല്ല തൻ്റെ ഷീൽഡ് താൻ സാമ്പിൾസിനെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇനി മുതൽ നീയാണ് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സാമ്പിൾസിനോട് പറയും. അതിനുശേഷം താൻ അവളെ അറിയപ്പെടുന്നത് ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് താൻ സ്വന്തമായിട്ട് താൻ ലോകത്തിന് വേണ്ടി സഹായിക്കും എന്ന് ക്യാപ്റ്റനോട് ഫാൽക്കൺ ആൻഡ് ദ വിൻഡർ സോൾജർ എന്ന ഒരു TV സീരീസ് കിക്ക് ഓഫ് ചെയ്യുന്നത്. അവിടെ വെച്ച് തന്നെ നമ്മുടെ പുതിയ ഫ്ലാഗ് സ്മാഷേഴ്സ് എന്ന് പറഞ്ഞ പുതിയൊരു ഗ്രൂപ്പ് വരികയും അവരുടെ ഇടയിൽ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് ഈ സാമ്പിൾസിനെ ക്യാപ്റ്റൻ അമേരിക്ക ആക്കാൻ താല്പര്യത്തോണ്ട് അവർ US ഏജൻറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു ക്യാപ്റ്റനെ ഗവൺമെൻറ് തന്നെ തിരഞ്ഞെടുക്കുകയും പുള്ളിക്കാരൻ ക്യാപ്റ്റൻ അമേരിക്ക ആക്കുകയും ചെയ്യും. എന്നാൽ പുള്ളിക്കാരൻ പബ്ലിക്കലി ഒരാളെ അവിടെ വെച്ച് തന്നെ കൊല്ലുക ചെയ്തതുകൊണ്ട് അത് പിന്നെ താൻ യോഗ്യതനല്ല എന്ന് മനസ്സിലാക്കി താൻ ഷീൽഡ് തിരിച്ചു വാങ്ങി ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് പിന്നെ മാറുന്നത് സാമ്പിൾസിനാണ്. പിന്നെ താൻ അതിന് ശേഷം താൻ ഫ്ലാഗ് സ്മാഷേഴ്സിൻ്റെ തന്നെ താൻ പകരം ചോദിക്കുകയും തിരിച്ച് താൻ ക്യാപ്റ്റൻ അമേരിക്കയായി മാറി. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന പുതിയൊരു ക്യാരക്ടർ MCയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതായത് ഷാങ്ചി, അതായത് നമ്മുടെ മാർവലിലെ ജാക്കി ചാൻ. അതായത് ഈ മൂവിയിലുള്ള പല ഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മാർവൽ ഇങ്ങനത്തെ ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റുള്ള ഫൈറ്റ്സ് മാർവൽ സിനിമയായിട്ട് പിന്നെ വേറെ വന്നിട്ടില്ല മാർവൽ സിനിമയിൽ. മാത്രമല്ല ഈ ഒരു ഫൈറ്റ്സിന് യഥാർത്ഥ മാൻഡറിൻ തൻ്റെ അച്ഛനായ വെൻഹു ആണെന്ന് ഈ ഒരു മൂവി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല 10 റിങ്സ് ആദ്യമായി 10 റിങ്സ് എന്ന് പറഞ്ഞ ആ ഒരു ആർട്ടിഫാക്റ്റ് ഈ മൂവിയിലാണ് കാണിച്ചു തുടങ്ങിയത്. മാത്രമല്ല ഇവർ ഷാങ്ചി തൻ്റെ അച്ഛൻ 10 വർഷം ശേഷം തൻ്റെ അച്ഛൻ തന്നെ തേടി വരുന്നു, താൻ അവിടെ ചെല്ലുന്നു. മാത്രമല്ല തൻ്റെ അമ്മയുടെ ഗ്രാമത്തിൽ താൻ തിരിച്ചു പോകുന്നു. അവിടെ വെച്ച് തന്നെ ഒരു വലിയൊരു മോൺസ്റ്റർ വരിക. ആ മോൺസ്റ്റർ സോൾ സക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ തൻ്റെ അച്ഛൻ അവിടെ നിന്ന് തൻ്റെ അച്ഛൻ്റെ സോൾ അവിടെ നിന്ന് ആ മോൺസ്റ്റർ സക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ 10 റിങ്സ് താനായി എടുത്ത് തൻ്റെ കൈക്ക് തന്നെ കൊടുക്കുന്നു തൻ്റെ അച്ഛൻ. മാത്രമല്ല തൻ്റെ 10 റിങ്സ് എന്ന പവറിൻ്റെ ഫുൾ മാസ്റ്റിക്കൽ തിങ്സ് നമ്മൾ ഷാൻഷി പഠിക്കുന്നു. പിന്നീട് എറ്റർനൽസ് വരെയും. എറ്റർനൽസ് എന്ന് പറഞ്ഞാൽ സെലസ്റ്റിയൽസ് ആണ് എറ്റർനൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്രിയേറ്റ് ചെയ്യുന്ന 7 പേരെ ഭൂമിയിലേക്ക് അയക്കുകയും മനുഷ്യരാശി എന്നാണോ എല്ലാ അറിവുകളും പൂർണ്ണമാവുന്നത് ഇവരെല്ലാവരും മനുഷ്യന്മാരെ സഹായിക്കുന്നുണ്ട് എറ്റർനൽസിൻ്റെ ടീംസ്. മാത്രമല്ല മനുഷ്യരാശി എല്ലാം പൂർണ്ണമാവുന്ന സമയത്ത് പുതിയൊരു സെലസർ ജന്മം കൊള്ളാൻ വേണ്ടി ഭൂമിയിൽ തന്നെ ഒരു വിത്ത് ഇടുകയും ചെയ്യും. ആ വിത്ത് ഭൂമി തുളച്ചിട്ടാണ് പുതിയ സെൽസിയസ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ പരാജയം മൊത്തം ഈ പ്ലാൻ എല്ലാം നശിക്കപ്പെടുകയും അവിടെ പിന്നെ സെൽസിയസ് പിന്നെ തിരിച്ച് റിട്ടേൺ ആവുമെന്നാണ് പറയുന്നത്. പിന്നീട് തുടങ്ങുന്ന കഥ എൻഡ് ഗെയിമിന് ശേഷം പിന്നെ നമ്മുടെ ക്ലിൻ ബാർട്ടൻ്റെ ലൈഫ് കാണിക്കുന്നതാണ് സ്റ്റോറിയാണ് ഹോക്കൈ സീരീസ്. അവിടെ വെച്ച് തന്നെ തൻ്റെ റോണിൻ വേഷം ഇട്ട ഒരു ഫാൻ ഗേൾ അവിടെ ആ ലോകം മൊത്തം ചുറ്റി നടക്കുന്ന കണ്ട് ട്രോമയായ നമ്മുടെ ക്ലിൻ ബാർട്ടൻ ഇതാരാണെന്ന് പറഞ്ഞ് തപ്പി തേടുന്നു. ഈ ഹോക്കൈയുടെ വേഷം ഇട്ട് നടക്കുന്ന ഈ റോണിൻ വേഷം ഇട്ട് നടക്കുന്ന ആ ഒരു ഫാൻ ഗേൾ ആരെന്ന് വെച്ചാൽ കേറ്റ് ബിഷപ്പാണ്. മാത്രമല്ല ഈ കേറ്റ് ബിഷപ്പ് ആയിട്ട് പിന്നെ ടീമപ്പ് ആയിട്ട് അങ്ങനെ ഇവർ രണ്ടും കൂടെ ട്രാക്സൂട്ട് മാഫിയുടെ എതിരെ പോരാടുന്ന സമയത്താണ് അവിടെ എലീന ബരോവരെയും തൻ്റെ ചേച്ചി മരിക്കാൻ കാരണം ക്ലിൻ ബാർട്ടൻ ആണെന്ന് പറഞ്ഞ് പകരം ചോദിക്കുകയും ചെയ്യും. ഇതേ സമയം തന്നെ അവിടെ കേറ്റ് ബിഷപ്പും പിന്നീട് നമ്മുടെ എലീന ബലോവയും തമ്മിൽ ബെസ്റ്റി ആവുകയും അവിടെ വെച്ച് തന്നെ ഒരു ട്വിസ്റ്റ് അടിക്കുകയും നമ്മുടെ MCയിലെ ആദ്യത്തെ നമ്മുടെ കിങ് പിങ്ങിൻ്റെ എൻട്രി. മാത്രമല്ല ഈ ട്രാക്സൂട്ട് മാഫിയുടെ എതിരെ നിന്ന് ആ ട്രാക്സൂട്ട് മാഫിയെ കൺട്രോൾ ചെയ്ത് നിന്ന് മായെ നമ്മുടെ കിങ് പിങ് മാനിക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി ചെയ്യുകയും അവസാനം കിങ് പിങ് മരിച്ചോ ഇല്ലേ എന്ന് പറഞ്ഞു ടെസ്റ്റ് അടിച്ചങ്ങ് നിർത്തുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്ന തൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ആക്കിയ ശേഷം പിന്നീട് പീറ്റർ പാർക്കർ തൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ട ലോകത്തിനായിരുന്നു. കാര്യം തൻ്റെ ഫ്രണ്ട്സ് തൻ്റെ ലോകത്തുള്ള എല്ലാവരും താനാണ് ആ മിസ്റ്റീരിയെ കൊന്നതെന്ന് താൻ ഉറച്ച് വിശ്വസിക്കുന്നു. അത് തൻ്റെ ലൈഫിൽ ഒരുപാട് ബാധിക്കുന്നു. MIT കിട്ടുന്ന തൻ്റെ സ്കോളർഷിപ്പ് റിജക്റ്റ് ആകുന്നു. തൻ്റെ ഫ്രണ്ട്സിന് എല്ലാത്തിനും തൻ്റെ ഫാമിലിക്കെല്ലാം ഇത് എഫക്റ്റ് ആവുന്നുണ്ട്.
ഇതൊക്കെ എങ്ങനെ പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ പീറ്റർ പാക്കർ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്താണ്. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് തൻ്റെ ഹെൽപ്പ് ചോദിക്കുകയും ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒരു സ്പെല്ലിടുകയും മാത്രമല്ല നമ്മുടെ ലോക്കി ടി വി സീരീസ് എന്ന മൾട്ടിവേഴ്സിൻ്റെ ആ ഒരു ക്രാക്ക് മൂലവും തൻ്റെ സ്പെല്ലിടുന്ന ആ പ്രശ്നം മൂലവും നമ്മുടെ ഈ ഒരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റീസ് എന്നുള്ള സ്പൈഡർമാനെ തേടി തൻ്റെ വില്ലന്മാർ വരികയും അവിടെ നമ്മുടെ ഡോഗ് ഹോക്ക് മാത്രമല്ല ഗ്രീൻ ഗ്ലോബിനെ ലിസാഡ് എൽട്രോ സാൻഡ്മാൻ അവരെല്ലാവരും വരികയും പീറ്റർ പാക്കർ ഇതേ സമയത്ത് തന്നെ തൻ്റെ ഗ്രീൻ ഗ്ലോബിൻ കാരണം തൻ്റെ ആൻഡ്മയെ മരിക്കുകയും മാത്രമല്ല ബാക്കിയുള്ള നമ്മുടെ ടോബി മെഗ്വയർ സ്പൈഡർമാൻ അല്ലെങ്കിൽ ആൻഡ്രൂ ഗാർഫിയൽഡ് സ്പൈഡർമാൻ എന്ന ടീം ഇപ്പോൾ ഇത് ലാസ്റ്റ് ഒരു വലിയൊരു ഫൈറ്റ്, അതായത് സിൻസസിസ്റ്റൊരു ഫൈറ്റ് വരികയും മാത്രമല്ല നമ്മൾ പിന്നീട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ തിരിച്ച് നമ്മുടെ സ്പെല്ല് ഇടുകയും പഴയതുപോലെ ഇടുകയും മാത്രമല്ല ഈ സമയം ലോകത്തുള്ള ഓരോ മനുഷ്യന് പോലും പീറ്റർ പാക്കറാണ് സ്പൈഡർമാൻ എന്ന് അറിയില്ലെന്ന് പറയാം സ്പെല്ലിടുകയും അതോടുകൂടിയാണ് പീറ്റർ പാക്കർ അവസാനം ഒറ്റയ്ക്കാവുന്നതാണ് ഈ പടം തീരുന്നത് തന്നെ. പിന്നീട് മൂൺ നൈറ്റ് പുതിയൊരു ക്യാരക്ടറിൻ്റെ എംസിയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ്. മാത്രമല്ല ഈ മൂൺ നൈറ്റ് എന്ന് പറഞ്ഞാൽ തനിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. മാത്രമല്ല മാർക്ക് സ്പെക്ടർ, സ്റ്റീഫൻ ഗ്രാൻഡ് അങ്ങനെ പല ക്യാരക്ടേഴ്സ്. മാത്രമല്ല കോൺഷുവിൻ്റെ അവതാരമായി മൂൺ നൈറ്റ് ആയിട്ട് മാറുന്നു. ഇവരുടെ വില്ലനായിട്ട് വരുന്നത് ആരെന്ന് വെച്ചാൽ ആർത്തർ ഹാരോ, അതായത് അമിത്തിനെ പുറത്തിറക്കാൻ വരിക. അങ്ങനെ പിന്നീട് നമ്മുടെ മൂൺ നൈറ്റും കോൺഷുവും കൂടെ എല്ലാം കൂടെ ടീം അപ്പ് ചെയ്ത് ഇവരെ ഡിഫീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സ്റ്റോറി തീരുന്നത്. അതിനുശേഷം പിന്നീട് കിക്ക് ഓഫ് ആവുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ കഥയാണ്. ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. ഈ കഥയിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനോട് അമേരിക്ക ചാവൽസ് ഉണ്ടായി. ഈ അമേരിക്ക ചാവൽസ് എന്ന ഈ കൊച്ചിനെ സത്യം പറഞ്ഞാൽ മൾട്ടിവേഴ്സുള്ള പല പോർട്ടൽസ് ഓപ്പൺ ആക്കുന്ന പവറുണ്ട്. ഈ കൊച്ചിനെ തേടിയാണ് ആര് വരുന്നത്? നമ്മുടെ സ്കാർലറ്റ് വിച്ച്, അതായത് നമ്മുടെ ഡാർക്ക് ഹോൾ പഠിച്ച് കറപ്റ്റായ നമ്മുടെ വാണ്ട. സത്യം പറയുക എൻഡ് ഗെയിമിന് ശേഷം പിന്നെ താനോസ് കഴിഞ്ഞിട്ട് കിട്ടിലേറ്റ് വില്ലനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള MCUവിൽ പിന്നീട് കൊണ്ടുവന്ന നമ്മുടെ സ്കാർലറ്റ് വിച്ചിനെയാണ്. കാരണം പുള്ളിക്കാർ അമ്മാതിരി പ്രാന്തിയാണ് ഈ മൂവി കാണിക്കുന്നത്. അതായത് ഭയങ്കര പവർഫുള്ളായിട്ട് കാണിക്കുന്നത്. സ്ട്രേഞ്ചിന് ഈക്വൽ ടഫ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല സ്ട്രേഞ്ച് അമേരിക്ക ട്രാവൽസും കൂടെ ചേർന്ന് പല പോർട്ടലും പല ഡിമെൻഷനും മൾട്ടിവേഴ്സ് ട്രാവലും പോകുന്നുണ്ട്. അങ്ങനെ എത്തുന്ന അമേരിക്ക ട്രാവൽസും സ്ട്രേഞ്ചും തമ്മിൽ വേറൊരു യൂണിവേഴ്സ് എത്തി. അവിടെ ഇലുമിനാറ്റി ആയിട്ട് ചെന്ന് നമ്മുടെ വാണ്ട ഇലുമിനാറ്റിയും ടീമിനെയും ഡിഫീറ്റ് ചെയ്ത് ഡാർക്ക് ഹോൾഡ് പഠിച്ച് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് തൻ്റെ വേറൊരു യൂണിവേഴ്സുള്ള ബോഡി കൺട്രോൾ ചെയ്യും. മാത്രമല്ല ഈ ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ നമ്മുടെ വാണ്ട ഡിഫീറ്റ് ചെയ്യും. ടെക്നിക്കലി ഈ ഒരു മൂവിയിൽ വാണ്ട മരിച്ചു എന്നാണ് തീർക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോറി ക്യാപ്റ്റൻ മാർവലിൻ്റെ ഒരു കട്ട ആരാധിക, അതായത് നമ്മുടെ കമല ഖാൻ. മാത്രമല്ല MCUവിലെ ആദ്യത്തെ മ്യൂട്ടൻ്റ്. കാരണം തൻ്റെ പവർ ഒരു ഏലിയൻ ടെക്ക് വഴി കിട്ടിയതല്ല. തനിക്ക് ഒരു ട്രിഗർ പോയിന്റ് കാരണം തനിക്ക് തൻ്റെ ജീനിൽ നിന്ന് കിട്ടുന്ന പവറാണ് നമ്മുടെ കമല ഖാൻ. കാരണം തൻ്റെ ബാങ്കിളിൽ നിന്നാണ് തനിക്ക് പവർ കിട്ടുന്നത്. അത് വേറൊരു കാര്യം. അത് വേറൊരു സ്റ്റോറി ലൈൻ. അത് പോട്ടെ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടർ, അതായത് നമ്മുടെ സാക്ഷാൽ തോറിൻ്റെ കഥ. അതായത് എൻഡ് ഗെയിമിന് ശേഷം പിന്നെ കാണിക്കുന്ന തോറിൻ്റെ കഥ. അതായത് ടെക്നിക്കലി ദി ഗോഡ് പിക്ചർ വരികയും മാത്രമല്ല എല്ലാ ദൈവങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയും മാത്രമല്ല ആദ്യമായി MCU ഒരു ലേഡി തോറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും മാത്രമല്ല നമ്മുടെ തോറും നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഗോറും കൂടെ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതും ഇവരെങ്ങനെ ഡിഫീറ്റ് ചെയ്യുന്നു. മാത്രമല്ല MCUവിൽ ആദ്യമായിട്ട് എറ്റർണിറ്റിയെ കാണിച്ചു. അതോടുകൂടി നമ്മുടെ ആ സ്റ്റോറി കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്ന കഥ ബ്രൂസ് ബാനറിൻ്റെ ബ്ലഡ് കാരണം നമ്മുടെ ഷീഹൾക്ക് ആവുകയും ഷീഹൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ കാലത്ത് താൻ ഒരു വക്കീലും രാത്രി കാലത്ത് പല ആൾക്കാരുടെ റൊമാൻസ് ചെയ്ത് നടക്കുന്ന ഒരു ക്യാരക്ടർ. മാത്രമല്ല ഡെയർ ഡെവിൾ ആയിട്ടുള്ള റൊമാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഒരു സത്യം പറഞ്ഞ സീരീസിൻ്റെ ആവശ്യമില്ല. അടുത്ത സ്റ്റോറിലോട്ട് പോകും. തിച്ചാല മരണപ്പെടുന്നു. അതിനുശേഷം നമ്മളെ ബ്ലാക്ക് പാന്തറിൻ്റെ മാൻഡ് ഏറ്റെടുക്കുന്നത് ഷൂരി. മാത്രമല്ല അവർക്ക് വക്കാണ്ടിൽ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. നമ്മുടെ വക്കാണ്ടയിൽ ആക്രമിക്കാൻ നമ്മുടെ നെയ്മോർ, അതായത് നെയ്മോർ എന്ന ക്യാരക്ടർ വരുന്നു. അവരെ ഡിഫീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു മൂവിയിലാണ് ആദ്യമായിട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ആദ്യമായിട്ട് അയൺഹാർട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ സ്റ്റോറിയിൽ അങ്ങനെ അവസാനം അവർ നെയ്മോറിനെ തോൽപ്പിക്കും. സ്കോട്ട്ലാൻഡ് തൻ്റെ ഫാമിലി എല്ലാവരും വെക്കേഷൻ സമയത്ത് തൻ്റെ മോളിൽ ഒരു അബദ്ധത്തിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന പോലത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് കോണ്ടമേനിയിൽ, അതായത് നമ്മുടെ കോണ്ടം റെയിലെത്തി ചെല്ലുകയും അതാണ് നമ്മുടെ ആൻറ്റിമാൻ കോണ്ടമേനിയിൽ നടക്കുന്നത്. മാത്രമല്ല ക്യാങ് വരെയും മൾട്ടിവേഴ്സ് മൊത്തം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ക്യാങ് നമ്മുടെ സ്കോട്ടും അവരുടെ ടീമപ്പ് എല്ലാം കൂടെ ചേർന്ന് ആ ക്യാങ്ങിനെ ഡിഫീറ്റ് ചെയ്യും. ക്യാങ് മരണപ്പെടുകയും ചെയ്യും. ടെക്നിക്കലി എസ്കേപ്പ് ആവുന്നതാണ് കാണിക്കുന്നത്. മാത്രമല്ല ഇതിനുശേഷം പിന്നീട് തുടങ്ങുന്നത് നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3 ആണ്. ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡ് ഗെയിം നമ്മുടെ ഗമോറ നഷ്ടപ്പെട്ട പീറ്റർ ക്വിൽ പുള്ളിക്കാരൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. മാത്രമല്ല ഈ ഒരു മൂവി തന്നെയാണ് നമ്മുടെ എവല്യൂഷണറിയാണ് വില്ലനായിട്ട് വരുന്നത്. മാത്രമല്ല നമ്മുടെ റോക്കിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി. മാത്രമല്ല ഈ സിനിമ തീരുന്ന അവസാനം നമ്മുടെ പീറ്റർ ക്വിൽ ഭൂമിയിൽ വരികയും തൻ്റെ പാരൻസിനോട് ടൈം സ്പെൻഡ് ചെയ്യും. നമ്മുടെ റോക്കറ്റ് എല്ലാം കൂടെ ചേർത്ത് വേറൊരു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം ടീം ഒരു പുതിയൊരു ടീം രൂപപ്പെടുത്തുകയും ചെയ്യും. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നിക് ഫ്യൂരി തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. മാത്രമല്ല അവിടെ മൊത്തം ഇപ്പോൾ സ്കൾസ് ആണ് ഇപ്പോൾ ഭൂമി മൊത്തം കോങ്കർ ചെയ്യുന്നത്. മാത്രമല്ല പല വലിയ ആൾക്കാർ രൂപത്തിൽ സ്കൾസ് തന്നെയാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ നിക് ഫ്യൂരി ഫേസ് ചെയ്യുന്നു. മാത്രമല്ല ഈ സീരീസ് തന്നെ അവസാനം നമ്മുടെ റോഡിയാണ് സ്കള്ളാണെന്നൊരു ട്വിസ്റ്റ് പൊട്ടിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന് ശേഷം ഇവരുടെ ആ ഒരു സീക്രട്ട് ഇൻവേഷൻ തന്നെ പല ക്യാരക്ടേഴ്സും നമ്മുടെ പുതിയ MCUവിൽ പുതിയൊരു വില്ലൻ വരുന്നു. അങ്ങനെ എമിലിയ ക്ലാർക്ക് ഒരു സൂപ്പർ സ്കള്ളാണ്. പുള്ളിക്കാരൻ കാരണം നമ്മുടെ ഗ്രിഫിൻ എന്ന ക്യാരക്ടർ മരിക്കുകയും അതിനുശേഷം നമ്മുടെ നിക് ഫ്യൂരി തിരിച്ച് നമ്മുടെ സ്പേസിലേക്ക് പോവുകയും അതിനുശേഷം പിന്നീട് തുടങ്ങുന്നത് നമ്മുടെ ലോക്കി സീസൺ 1 ഇവിടെ തീർന്നു. നമ്മുടെ ലോക്കി സീസൺ 2 കിക്ക് ഓഫ് ചെയ്യാണ്. കാര്യം അതിനുശേഷം പിന്നെ ലോക്കി തിരിച്ച് വരുന്നു. ലോക്കി വന്ന ശേഷം ഈ മൾട്ടിവേഴ്സിന് ഒരുപാട് ബ്രാഞ്ചസ് ആയ റിയാലിറ്റീസ് TVക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവസാനം ലോക്കി തന്നെ ഗോഡ് ഓഫ് സ്റ്റോറീസ് ലോക്കിയായി
താൻ തന്നെ അവിടെ ആ കസേര ഇരുന്നുകൊണ്ട് താൻ അവിടെയുള്ള എല്ലാ റിയാലിറ്റീസിനും പിടിച്ച് ഗോഡ് ഓഫ് സ്റ്റോറീസ് ആയി ലോക്കിയായിട്ട് താൻ സാക്രിഫൈസ് ചെയ്തു എല്ലാവർക്കും വേണ്ടി. ഇതിനുശേഷം നമ്മുടെ കാനോ ഡാനിയൽസായ നമ്മുടെ ക്യാപ്റ്റൻ മാർവലും മോണിക്ക റാംബോയും നമ്മുടെ കമല ഖാനും ഒരുമിച്ച് വരുന്ന ഒരു മാർവൽസ് എന്ന സ്റ്റോറിയിലാണ് കിക്ക് ഓഫ് ആവുന്നത്. ഇവരെല്ലാവരും പവർ യൂസ് ചെയ്യുമ്പോൾ പല സ്ഥലത്തായിട്ട് സ്വാപ്പായി പോകും. അതായത് ഇവർ പല സ്ഥലത്ത് സ്വിച്ച് ആയി പോകും. മാത്രമല്ല അവിടെ ഗ്രിഡ്ജ് എന്ന ഒരു വലിയൊരു വില്ലൻ വരികയും യൂണിവേഴ്സ് നശിപ്പിക്കാൻ നോക്കി ഇവർ അവസാനം എല്ലാം ടീം അപ്പ് ആവുകയും ആ ഒരു വില്ലനെ തോപ്പിക്കുകയും അങ്ങനെയാണ് ഈ മാർവൽസ് എന്ന പടം തീരുന്നത്. പിന്നീട് ഈ ഒരു പടത്തിൻ്റെ അവസാനമാണ് പിന്നീട് MCUയിൽ ആദ്യമായിട്ട് നമ്മുടെ മിസ്റ്റർ ബീസ് എന്ന ക്യാരക്ടറിനെ കാണിക്കുന്നത് തന്നെ. പിന്നീട് അടുത്ത് കിക്ക് ഓഫ് ചെയ്യുന്നത് എക്കോ സീരീസിലാണെങ്കിൽ നമ്മുടെ കിങ് പിങ്ങും മായയും അവർ തമ്മിലുള്ള ഒരു അച്ഛൻ മകൾ ബന്ധം, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മാത്രമല്ല കിങ് പിങ് അടുത്തൊരു പുതിയ മേയറിൻ്റെ കേസ്, അങ്ങനെ കുറേ കാര്യം ഡിസ്കസ് ചെയ്ത് അങ്ങ് പോകുന്നത്. ഇതിന് ശേഷം അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മൾട്ടിവേഴ്സ് തന്നെ വലിയൊരു പ്രശ്നം വരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ വൂൾവറിനും ഡെഡ്പൂളും തമ്മിലുള്ള കഥ. സോ മൾട്ടിവേഴ്സിൽ ആംഗ്രി ബീനായി നമ്മുടെ വൂൾവറിൻ്റെ യൂണിവേഴ്സിൽ വൂൾവറി മരിച്ചതുകൊണ്ട് നമ്മുടെ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സ് നശിക്കാൻ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ഡെഡ്പൂള് നമ്മുടെ വൂൾവറിനെ കണ്ടെത്തണം. അതിനുവേണ്ടി ഇവർ തമ്മിൽ ടീമപ്പ് ആവുന്നു. മാത്രമല്ല ഇത് മൾട്ടിവേഴ്സിലെ വോയിഡ് കുറച്ചും കൂടെ ഒരുപാട് ഈ രീതിയിൽ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട് ഈ മൂവിയിൽ. മാത്രമല്ല മൾട്ടിവേഴ്സ് ബാറ്റിൽ ഇവർ അവസാനം ആ ഒരു റിയാലിറ്റി രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ഈ ഒരു മൂവി അങ്ങനെ എൻഡ് ആവുന്നു. മൾട്ടിവേഴ്സിന് ഒരുപാട് വൂൾവറിൻ്റെ വേരിയൻസ് നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഡെഡ്പൂളിൻ്റെ വേരിയൻസ് നമ്മൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ സമയം നമ്മുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയായ സാം വിൽസൺ താൻ അവിടെ തൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ എറ്റേണൽസ് മൂവി കണ്ട ആ ഒരു സെലസിൽസിൻ്റെ ആ ഒരു ശില ഇപ്പോൾ അവിടെയാണ് അഡമാൻഡിയം MCUയിൽ ഉണ്ടെന്ന് അത് ഒഫീഷ്യലി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയാണ്. അതിനുവേണ്ടി അമേരിക്ക ആൾക്കാരെ എടുക്കാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇൻക്രെഡിബിൾ ഹൾക്കി കണ്ട ലീഡർ എന്ന ക്യാരക്ടർ തിരിച്ചു വന്ന് പുള്ളിക്കാരൻ്റെ ഇത്തവണത്തെ ടാർഗറ്റ് നമ്മുടെ പ്രസിഡൻ്റാണ്. പ്രസിഡന്റിനെ റെഡ് ഹൾക്കേക്ക് മാറ്റുന്നു. ക്യാപ്റ്റൻ അമേരിക്ക ആസ് യൂഷ്വൽ സംസാരിച്ച് അങ്ങ് സോൾവ് ചെയ്ത് അങ്ങ് തീർക്കുന്നു. ഇതാണ് ഈ സ്റ്റോറി. പിന്നീട് കഴിയുന്ന അഗാധ ഹാക്നെസ്, അതായത് നമ്മുടെ വാണ്ട വിഷനിൽ കണ്ട അഗാധയുടെ ഒരു സ്പിൻ ഓഫ് സീരീസാണ് പിന്നെ കിക്ക് ഓഫ് ആവുന്നത്. ഈ ഒരു സീരീസ് തന്നെ നമ്മുടെ വാണ്ടയുടെ മോനും കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ അഗാധ ഹാക്നെസ് സത്യം പറഞ്ഞ ഒരു തരം ഗോസ്റ്റ് രീതി തന്നെ പോകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സീരീസിലാണ് MCUയിൽ ആദ്യമായിട്ട് ഡെത്ത് എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡെത്ത് ആരും ഞാൻ പറയട്ടെ കാര്യം, കോമിക്സ് വായിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ താനോസിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. സോ അത് പിന്നീട് കാണിക്കുന്നത് തൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ ഒരു കൂട്ടുകാരൻ മരണപ്പെടുന്നു. മാത്രമല്ല അവിടെ കിങ് പിങ് ആണ് ഇപ്പം നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിലെ പുതിയ മേയർ. പുള്ളിക്കാരൻ ഇനി മാസ്ക് ഇട്ട ഒരാൾ വിജിലാൻഡ് ഇനി വേണ്ട എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പുതിയ ലോ കൊണ്ടുവരുന്നു. കാര്യം അതിനി വേണ്ട എന്ന് പറഞ്ഞു. മാത്രമല്ല അവിടെ ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നൊക്കെ വരുന്നത്. മാത്രമല്ല അവിടെ വെച്ചാൽ നമ്മുടെ പണിഷറിൻ്റെ പിന്നെ പുള്ളിക്കാരൻ ഈ എല്ലാ പ്രശ്നത്തിൻ്റെ ഇടയിലും പുള്ളിക്കാരൻ അവസാനം വലിയൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നു. താൻ അവസാനം രക്ഷപ്പെടുത്തുന്നു, താൻ ജയിക്കുന്നു. അങ്ങനെ ഈ സീരീസ് അവിടെ തീരുന്നു. പിന്നീട് ഫസ്റ്റ് കിക്ക് ഓഫ് ആവുന്നത് വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണ്. അതായത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ മൂവി. ഈ മൂവിയിൽ സത്യം പറഞ്ഞാൽ ഈ മൂവിയിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ MCUയിൽ കാണുന്നത്. ഈ സത്യം പറഞ്ഞ റെട്രോ ഫ്യൂച്ചറിക് ഒരു 1983 ആ കാലഘട്ടം നടക്കുന്ന കഥയാണ്. മാത്രമല്ല അവിടെ വെച്ച് നമ്മുടെ MCUയിൽ ആദ്യമായിട്ടുള്ള നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോഴ്സ് എല്ലാ ടീമും കാണും. അവരുടെ യൂണിവേഴ്സിൽ അവരൊറ്റ ഒരു സൂപ്പർ ഹീറോ മാത്രമേ ഉള്ളൂ. നമ്മുടെ MCUവിലെ പോലെയല്ല. അങ്ങനെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് നമ്മുടെ സൂസൻ സോമനും കൂടെ ഒരു കുച്ചി ജനിക്കും, ഫ്രാങ്ക് റിച്ചാർഡ്സ്. ഈ ഫ്രാങ്ക് റിച്ചാർഡ്സിനെ തേടി നമ്മുടെ ഗലാക്ടസ് വരും തൻ്റെ ആ വിശപ്പ് തീർക്കാൻ വേണ്ടി. മാത്രമല്ല അവർക്കെതിരെ ഈ ഒരു ഫൈറ്റ് സീൻ നടന്ന് അവർ ആ കൊച്ചിനെ വിട്ടുകൊടുക്കുമോ ഇല്ലേ എന്ന് രസകരമായി പറഞ്ഞൊരു സ്റ്റോറിയാണ്. മാത്രമല്ല ഇതിൻ്റെ അവസാനം നമ്മുടെ MCUവിൽ ആദ്യമായിട്ട് ഡോക്ടർ ഡൂം എന്ന നമ്മുടെ എൻട്രി നടക്കുന്നു. ഫ്രാങ്ക് റിച്ചാർഡ്സ് നല്ല പോലെ തട്ടിക്കൊണ്ടങ്ങ് പോകുന്നു. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കാണുന്ന കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ തണ്ടർ ബോൾട്സ് എന്ന മൂവി കിക്ക് ഓഫ് ആവുന്നു. തണ്ടർ ബോൾട്സ് എന്ന മൂവി നമ്മൾ കണ്ടത് എന്താണ്, നമ്മുടെ സെൻട്രി ഈ ക്യാരക്ടർ ഗവൺമെൻറ് പ്രോജക്റ്റ് സെൻട്രി രൂപപ്പെടുന്നു. മാത്രമല്ല സെൻട്രി ഈ പടം എന്ന് പറഞ്ഞാൽ മൊത്തം ട്രോമയും ഡിപ്രഷൻ ആയിട്ടുള്ളവർക്കൊക്കെ ഉള്ള പക്ക കണക്റ്റ് ആവുന്ന മൂവിയാണ്. മാത്രമല്ല അവസാനം ഇവരെല്ലാം ഇതെങ്ങനെ ഫേസ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ സെൻട്രി എന്ന ക്യാരക്ടർ പുള്ളിക്കാരൻ്റെ ഇടയിൽ വോയിഡ് എന്നൊരു ക്യാരക്ടറുണ്ട്. മാത്രമല്ല അത് തമ്മിൽ എങ്ങനെ കണക്റ്റ് ആവുന്നു. ഇതെല്ലാം അവസാനം ഈ മൂവിയുടെ അവസാനം ഈ തണ്ടർ ബോൾട്സ് എന്ന അവർ അവഞ്ചേഴ്സായി മാറും. ന്യൂ അവഞ്ചേഴ്സ് അങ്ങനെ MCUവിൽ എസ്റ്റാബ്ലിഷ് ആവുന്നു. ഇത് കഴിഞ്ഞ് കറക്റ്റ് ഒരു കൊല്ലം കഴിയുമ്പോൾ കറക്റ്റ് നമ്മുടെ ഫസ്റ്റ് ഫാന്റാസ്റ്റിക് ഫോർ ആ മൂവി കണ്ട പോലെ അവർ തിരിച്ച് നമ്മുടെ മെയിൻ MCU ടൈം ലൈൻ വരുന്നത്. സോ ഇതോടുകൂടിയാണ് നമ്മുടെ മൾട്ടിവേഴ്സ് ആകെ പടം തീരുന്നത് തന്നെ. ഇതൊന്നുമല്ല ഹൈലൈറ്റ്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക പുള്ളിക്കാരനാണ് വേറെ ഏതോ ഒരു ടൈം ലൈനിലും ഏതോ ഒരു യൂണിവേഴ്സിൽ പുള്ളിക്കാരൻ്റെ ഇഷ്ടപ്പെട്ടൊരു ജീവിതം ജീവിച്ചു നിൽക്കും. നമ്മൾ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല. എന്തായാലും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഡൂംസ് ഡേ. അറിയാലോ അല്ലേ, എല്ലാവരും അറിഞ്ഞാണ് നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എവിടെയാണോ തീരുന്നത് അതിൻ്റെ ഡയറക്റ്റ് സീക്വലാണ് അവഞ്ചേഴ്സ് ഡൂംസ് ഡേ. ഞാൻ പറയുന്നില്ല. മാത്രമല്ല ഇതാണ് നമ്മുടെ MCUവിൻ്റെ മൾട്ടിവേഴ്സ് ആകയുടെ കംപ്ലീറ്റ് റീക്യാപ്പ്. നമ്മൾ ഇതുവരെ ഇറങ്ങിയ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു മൂവി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, അത് നമ്മുടെ ബ്ലാക്ക് വിഡോ മൂവി. ആ മൂവി ഞാൻ പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ മൂവി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് അപ്പോൾ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് നിങ്ങൾക്ക് എന്താ പറ്റി തോന്നുന്നത് ഈ റീക്യാപ്പിനെ പറ്റി താഴെ കമൻറ്റ് ചെയ്യുക.